ദൈവസേവനത്തെക്കാൾ ഉത്തമം ദൈവസമ്പാദനം എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ ശില്പിയായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സാക്ഷ്യമാണ്. പെരുന്നാട്ടിലെ മുണ്ടൻമലയിൽ സ്വന്തമായിരുന്ന 400 ഏക്കർ ഭൂമിയും സൗകര്യങ്ങളും സുരക്ഷിതമായ ജീവിതവും അദ്ദേഹം നിരുപാധികം ഉപേക്ഷിച്ചു. മുന്നിൽ എന്തായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായി കണ്ടിട്ടല്ല ഈ വലിയ തീരുമാനമെടുത്തത്. അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു: മുകളിലാകാശവും താഴെ ഭൂമിയും കണ്ടുകൊണ്ടാണെൻ പുനരൈക്യ യാത്രകൾ. ഒന്നുമില്ലാത്തവരായി വന്ന ഞങ്ങളിൽ ഒന്നുമില്ലാത്തവരായി വിട ചൊല്ലുന്നു. മനുഷ്യരിലല്ല, സമ്പത്തിലല്ല, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പുകളിലല്ല, ദൈവത്തിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണ ആശ്രയം. ആ ദൈവാശ്രയമാണ് അദ്ദേഹത്തെ മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യ ശില്പിയാക്കി മാറ്റിയത്. അനേകം പ്രതിസന്ധികളും വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും നേരിട്ടിട്ടും അദ്ദേഹം ഒരിക്കലും പിന്നോട്ടു പോയില്ല. കാരണം ദൈവം വഴി നടത്തുമെന്ന അചഞ്ചലമായ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മോടും ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ കഴിവുകളെയോ, സമ്പത്തിനെയോ, മനുഷ്യരെയോ, അതോ ദൈവത്തെയോ? ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിക്കാൻ നമുക്ക് പഠിക്കാം. ദൈവത്തെ ആശ്രയിക്കുന്നവനെ അവിടുന്ന് ഒരിക്കലും കൈവിടുന്നില്ല എന്നതാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ ദൈവാശ്രയവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിലും വളരട്ടെ. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും ദൈവാനുഗ്രഹങ്ങൾ നേടിത്തരും. നിസ്വദുഃഖങ്ങളിൽ പെയ്തിറങ്ങിയിടുന്നൊരാശ്വാസഗീതമായി നീ വന്നു. നിസ്വദുഃഖങ്ങളിൽ പെയ്തിറങ്ങിയിടുന്നൊരാശ്വാസഗീതമായി നീ വന്നു. സമാധാനം തന്നു, നിൻമൊഴി സാന്ത്വനം